നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CJ റോയിയുടെ മരണം അത് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. ഉറ്റവരും ഉടയവരും അദ്ദേഹത്തെ അറിയാവുന്നവരും ഒക്കെ വളരെയധികം വേദനയോടെയാണ് ആയിരിക്കുന്നത്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയായിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യ സ്നേഹിയായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പലരും അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പ്, അതൊരു ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിലുള്ള വിശേഷണം അതിന് നൽകുന്നുണ്ട്. ആ കുറിപ്പിൽ പോലും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ കുറിപ്പിനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്നാണ് കരുതുന്നത്. അതായത് ഇനി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ തൻ്റെ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആരെയൊക്കെ സംരക്ഷിക്കണം, ആരെയൊക്കെ ചതിക്കരുത്, ആരെയൊക്കെ വഞ്ചിക്കരുത്, ആരെയൊക്കെ കൂടെ നിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കണക്കുകൾ അടക്കം എഴുതിയിട്ടാണ് ആ ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത്. അതിനെ ഇപ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പ്, അത് അദ്ദേഹം തന്നെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ വഞ്ചിക്കരുത്, അല്ലെങ്കിൽ ആരെയൊക്കെ സംരക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നു. എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ആരും ചോദിച്ചു പോകും. അതായത് തൻ്റെ നിക്ഷേപകരെ ഒരിക്കലും ചതിക്കരുത്, അവരെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആ ഡയറി കുറിപ്പിൽ കോറിയിട്ടിരിക്കുകയാണ്. അതായത് കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ അവരെ സംരക്ഷിക്കുക വേണം, അവരെ ഒരു തരത്തിലും വഞ്ചിക്കരുതെന്നാണ് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ കുറിച്ചത്. അതായത് അവരെ പോലും, അതായത് താൻ മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ താൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊരു വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ ആരെയൊക്കെ സംരക്ഷിക്കണം എന്നത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തൻ്റെ ഡയറി കുറിപ്പിൽ കുറിച്ചിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 പേജുകളായി എഴുതിയിരുന്ന കുറിപ്പാണ്. ആ കുറിപ്പുകളിലാണ് കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുതെന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നത്. 9 പേജുകളായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയെന്നാണ് വിവരം. ഇതോടെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായുള്ള സംശയങ്ങൾ ശക്തമാവുന്നുണ്ട്. മാത്രമല്ല ജനുവരി 31 അദ്ദേഹം സഹോദരനെ വിളിച്ചിരുന്നു. എന്നിട്ട് സഹോദരനോട് സംസാരിച്ചു. അത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമാണ് സഹോദരനെ വിളിച്ചത് എന്നാണ് നിലവിലെ നിഗമനം. ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ഇറങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, മാത്രമല്ല ഇവിടെ കുറേ വൈരുദ്ധ്യങ്ങളുണ്ട്, കുറേ അങ്ങും ഇങ്ങും എത്താത്ത രീതിയിലുള്ള ചില ഉത്തരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് അദ്ദേഹം തൻ്റെ ഓഫീസിലെത്തിയത്. സഹപ്രവർത്തകൻ TJ ജോസഫിൻ്റെ മൊഴിയിൽ അത് 3 മണിയാണ്. അദ്ദേഹം ഓഫീസിലെത്തിയതുമായി ബന്ധപ്പെട്ട് ചില വൈരുദ്ധ്യങ്ങൾ, മൊഴികളിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. വെടിയൊച്ച കേട്ടിട്ടില്ല എന്ന ഒരു വാദം, അതിലും അന്വേഷണം നടക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ വ്യക്തിപരമായ ചില വിഷയങ്ങൾ അലട്ടിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അത്തരത്തിലൊരു സംശയം നൽകുന്നത് കൂടിയാണ് അദ്ദേഹം അവസാനമായി എഴുതിയ ഡയറിയിലെ ആ പേജുകൾ. അതായത് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും SIT ഈ ഒരു സൂചനകളൊക്കെ വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നും തൻ്റെ ജീവനക്കാരെ കൂടെ നിർത്തണമെന്നും ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചു എന്ന സൂചനയിലേക്കാണ് ഇത് നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് കർണാടക സർക്കാർ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്ന ചോദ്യവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര രംഗത്ത് വന്നിരിക്കുകയാണ്. ശിവമോഗിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് എന്തിന് കോൺഗ്രസ് ഇത്ര തിടുക്കത്തിൽ SIT രൂപീകരിച്ചു എന്ന കാര്യത്തിൽ BJP നേതാവ് സംശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. റോയിയുടെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ നടത്താനോ പരാതി നൽകാനോ കഴിയുന്നതിനു മുമ്പ് തന്നെ സർക്കാർ തിടുക്കത്തിൽ SIT രൂപീകരിച്ചു സംശയം ഉണ്ടാക്കുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര വ്യക്തമാക്കുന്നത്. SIT എന്നാൽ സിദ്ധരാമയ്യ അന്വേഷണ സംഘം എന്നാണ് വിജയേന്ദ്രയുടെ പരിഹാസം. സിദ്ധരാമയ്യ സർക്കാർ ഒരു SIT രൂപീകരിക്കുന്നത് 2 കാരണങ്ങളാലാണ്: സ്വന്തം നില സംരക്ഷിക്കാനും പ്രതിപക്ഷത്തെ അടിച്ചമർത്താനും. ഈ കേസിൽ ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മാത്രമാണ് SIT രൂപീകരിച്ചതെന്നാണ് താൻ സംശയിക്കുന്നതെന്നും വിജയേന്ദ്ര പറഞ്ഞു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കേസിൽ എന്താണ് പ്രത്യേക താല്പര്യമെന്നും BJP
നേതാവിന്റെ ചോദ്യം. അതേസമയം തിടുക്കത്തിൽ SIT രൂപീകരിച്ചെന്ന ആരോപണം നിയമ പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീൽ തള്ളി. സത്യം വേഗത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ഉദ്ദേശം, അതുകൊണ്ടാണ് തിടുക്കത്തിൽ SIT രൂപീകരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രയും വേഗം റോയിയുടെ മരണത്തിലെ നിജസ്ഥിതി, എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന് പൊതുജനങ്ങളെ അറിയിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് SIT വേഗത്തിൽ നിയമിച്ചതെന്നാണ് HK പാട്ടീലിന്റെ വിശദീകരണം. അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ മരണമേൽപ്പിച്ച ആഘാതം വാക്കുകൾക്ക് അതീതമാണെന്ന് മകൻ രോഹിത്തിന്റെ പ്രതികരണം. തന്റെ പിതാവ് വലിയൊരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മാധ്യമങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നുവെന്നും രോഹിത് വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഉണ്ടായ നഷ്ടം വാക്കുകളിലൂടെ വിവരിക്കാനാകില്ല എന്നും മകൻ വ്യക്തമാക്കി. ആദായ നികുതി ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് പിതാവ് തന്നോട് നേരിട്ടൊന്നും പറഞ്ഞിരുന്നില്ലെന്നും കുടുംബത്തിനുണ്ടായ ഈ വലിയ നഷ്ടം വിവരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരിലെ ബന്നാർഘട്ട റോഡിലെ നേച്ചർ കേടിൽ നടന്ന റോയിയുടെ സംസ്കാരത്തിന് ശേഷമാണ് മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം CJ റോയിക്ക് ബംഗളൂരിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ അദ്ദേഹത്തിന്റെ മൃതദേഹം ബംഗളൂരിലാണ് സംസ്കരിച്ചത്. രാവിലെ 10 മണി മുതൽ 2 മണി വരെ റോയിയുടെ പ്രിയപ്പെട്ട നേച്ചേഴ്സ് ലക്ഷറി കാസ്കേഡിൽ പൊതുദർശനം നടത്തിയിരുന്നു. നാട്ടുകാരും വ്യവസായ പ്രമുഖരും അടക്കം സിനിമാ പ്രവർത്തകരും അടക്കം ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശേഷം വൈകിട്ട് 4:30 നേച്ചേഴ്സ് ലക്ഷറിയിൽ തന്നെയാണ് സംസ്കാരവും നടത്തിയത്. നേച്ചേഴ്സ് ലക്ഷറിയിൽ വികാര നിർഭര രംഗങ്ങളായിരുന്നു പൊതുദർശനത്തിനിടെ കണ്ടത്. 9 മണിയോടെ തുടങ്ങിയ പൊതുദർശനം 2:30 മണി വരെ നീണ്ടിരുന്നു. കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ VK പ്രകാശ്, നടനും അവതാരകനുമായ മിഥുൻ തുടങ്ങി വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം നൽകിയതോടെ മൃതദേഹം വഹിച്ചുള്ള വാഹന വ്യൂഹം തിരികെ നേച്ചർ കാസ്കേഡിലേക്ക് എത്തിയിരുന്നു. വളരെ കുറച്ചുപേർ മാത്രം പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾ അതിവേഗം പൂർത്തിയായിരുന്നു. എന്തായാലും നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മരണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നുമാണ് റോയിയുടെ സഹോദരൻ CJ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായി റോയി സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നില്ല എന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും ബാബു കൂട്ടിച്ചേർത്തു. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് റോയിയുടെ കുടുംബത്തിന്റെ ആരോപണം. അതേസമയം റോയിയുടെ മരണ ദിവസം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ചില വൈരുദ്ധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതെല്ലാം മാറി എന്താണ് കാരണം, മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത അന്വേഷണ സംഘം കണ്ടെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.